ഓം ശാന്തി 20-12-69 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ജ്ഞാൻ സേ നഹി, ജ്ഞാനത്തിലൂടെയല്ല. വളരെ സ്പഷ്ടമാക്കി തരികയാണ്. യജ്ഞത്തിൻ്റെ ആദ്യ സമയത്ത് ഇത്രയും കുട്ടികളെല്ലാം ത്യാഗം ചെയ്തു, സമർപ്പണം ചെയ്തു. സ്നേഹത്തിൻ്റെ ആധാരത്തിൽ ആ ഈശ്വരനോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൽ അവരെല്ലാം ത്യാഗം ചെയ്തു. ജ്ഞാനത്തിലൂടെയല്ല എന്ന് ബാബ പറയാണ്. സിർഫ് സ്നേഹിനെ ഐസ എവർ റെഡി ബനായ, സ്നേഹമാണ് അങ്ങനെ എവർ റെഡിയാക്കിയത്. അബ് സ്നേഹ കെ സാത്ത് ശക്തി ബി, ഇപ്പോൾ സ്നേഹത്തോടൊപ്പം ശക്തിയുമുണ്ട്. स्नेह और शक्ति होते हुए भी फिर इसमें एवर रेडी बनने में देरी क्यों? സ്നേഹവും ശക്തിയും ഉണ്ടായിട്ടും പിന്നെ ഇതിൽ എവർ റെഡി ആകുന്നതിന് വൈകുന്നത് എന്തുകൊണ്ട്? ബാബ ചോദിക്കുക, സ്നേഹമുണ്ട്, ശക്തിയുണ്ട്, എന്നിട്ടും എവർ റെഡി ആകാൻ വൈകുന്നത് എന്തുകൊണ്ട്? ജൈസെ शुरू में ऐलान निकला कि सभी को इस घड़ी मैदान में आना है, वैसे अब भी रिपीट जरूर होना है, लेकिन ഭിന്ന ഭിന്ന രൂപമേ. ഏതുപോലെ തുടക്കത്തിൽ അറിയിപ്പുണ്ടായല്ലോ എല്ലാവർക്കും ഈ സെക്കൻഡിൽ മൈതാനത്തിലേക്ക് വരണമെന്ന്, അതേപോലെ ഇപ്പോഴും അത് തീർച്ചയായിട്ടും ആവർത്തിക്കും, എന്നാൽ പല പല രൂപങ്ങളിലാണ്. അപ്പോൾ തുടക്കത്തിൽ ഏതുപോലെ അറിയിപ്പുണ്ടായോ ഒരു സെക്കൻഡ് എല്ലാവരും മൈതാനത്തിലേക്ക് വരണമെന്ന്, അതേപോലെ തന്നെ വീണ്ടും അത് ആവർത്തിക്കും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ऐसे नहीं कि बाप दादा भविष्य को जानकर के आप सभी को ऐलान देवे और आप इस सर्विस के बंधन में भी अपने को बांधे हुए रखो. അതായത് ബാപ് ദാദ ഭാവിയെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മുന്നറിയിപ്പ് തരിക, പിന്നെ നിങ്ങൾ ഈ സർവീസിൻ്റെ ബന്ധനത്തിൽ സ്വയം തന്നെ ബന്ധിച്ച് തന്നെ ഇരിക്കുക. അങ്ങനെയുള്ളൊരു ബന്ധനത്തിലാകരുത് എന്ന് ബാബ പറയുകയാണ്. ബന്ധൻ ഹോത്തേ ഹുയേ ഭി ബന്ധൻ മേ നഹി രഹ്നാ ഹെ, ബന്ധനത്തിലാണെങ്കിലും ബന്ധനത്തിലാകരുത് എന്ന് പറയുകയാണ്. അതായത് സേവനത്തിൻ്റെ ബന്ധനമാണല്ലോ, സേവനം ചെയ്യാതെ നമുക്കിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ബന്ധനത്തിലാണെങ്കിലും ബന്ധനത്തിലിരിക്കരുത്. कोई भी आत्मा के बंधन में आना यह निर्बंधन की निशानी नहीं है. ഏതെങ്കിലും ആത്മാവിൻ്റെ ബന്ധനത്തിൽ വരിക എന്നുള്ളത് നിർബന്ധനത്തിൻ്റെ ലക്ഷണമല്ല, അടയാളമല്ല. इसलिए सभी को एक बात पांचवीं തോണേഴ്സ് की പാസ് करनी है. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം, അതായത് ബഹുമതിയോടുകൂടി പാസ്സാകണം. ബാബർ അതിൽ കുട്ടികൾ പാസ്സാകണം. पांचवीं ऑनर्स की पास करनी है. जो बातें आपके ध्यान में भी नहीं होंगी, स्वप्न में भी नहीं होंगी, उन बातों का ऐलान निकलना है. ഏത് കാര്യമാണോ നിങ്ങളുടെ ശ്രദ്ധയിലേ ഇല്ലാത്തത്, നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ മുന്നറിയിപ്പുകൾ വരുവാണ്. और ऐसे पेपर में जो पास होंगे वही पांचवीं ऑनर्स होंगे. അങ്ങനെയുള്ള പേപ്പറുകളിൽ ആരാണോ പാസ്സാകുന്നത് അവരാണ് ബഹുമതിയോടുകൂടി പാസ്സാകുന്നത്. അപ്പോൾ ബാബർ ഏതാണോ നമ്മുടെ ശ്രദ്ധയിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരാൻ പോകുന്നത്. എന്താണോ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്തത്, സ്വപ്നത്തിൽ പോലും വരാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിജ്ഞാപനത്തിൻ്റെ അഥവാ മുന്നറിയിപ്പിൻ്റെ രൂപത്തിൽ വരുന്നത്. ആ പരീക്ഷയിൽ നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രമേ ബഹുമതിയോടുകൂടി പാസ്സാകാൻ കഴിയുള്ളൂ. इसलिए पहले से ही सुना रहे हैं. അതുകൊണ്ടാണ് ബാബ നേരത്തെ തന്നെയും കേൾപ്പിക്കുന്നത്. പഹലെ സേ ഹി ഇഷാര മിൽ റഹാ ഹെ, നേരത്തെ തന്നെ നിങ്ങൾക്ക് ആ സൂചന കിട്ടുകയാണ്. ഇസ്കോ കഹാ ജാത്താ ഹെ മഹീനതാ മേ ജാന, ഇതിനെയാണ് പറയുന്നത് ആഴങ്ങളിലേക്ക് പോകണം. ജോ മഹീൻ ബുദ്ധി ഹോങ്കെ ഉൻകി വിശേഷത ക്യാ ഹോങ്കി, ആരുടെ ബുദ്ധിയാണോ മഹീനായിട്ടുള്ളത് അവരുടെ വിശേഷത എന്തായിരിക്കും? ആരുടെ ബുദ്ധിയാണോ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത് അവരുടെ വിശേഷത എന്തായിരിക്കും? മഹീൻ ബുദ്ധി വാലെ കൈസി ഭി പരിസ്ഥിതി മേ അപ്പനെ കോ മോൾഡ് കർ സകേംഗെ. വളരെ സൂക്ഷ്മമായിട്ടുള്ള മഹീൻ ബുദ്ധിയുള്ളവർക്ക് എങ്ങനെയുള്ള പരിതസ്ഥിതി ആയിരുന്നാലും സ്വയം തന്നെ മോൾഡ് ചെയ്യാൻ കഴിയും. ജൈസി പരിസ്ഥിതി ഉസ്മേ അപ്പനെ കോ മോൾഡ് കർ സകേംഗെ. എങ്ങനെയുള്ള പരിതസ്ഥിതി ആയിരുന്നാലും അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, മോൾഡ് ചെയ്യാൻ കഴിയും.
സാമന കർനെ കാ ഉൻമേ സാഹസ് ഹോഗ, നേരിടുന്നതിനുള്ള ധൈര്യം അവർക്കുണ്ടാവും. വഹ് കഭി ഘബരായെങ്കെ നഹി, ലേക്കിൻ ഉസ്കി ഗഹരായി മേ ജാക്കർ അപ്പനെ കോ ഉസി രീതി ചലായെങ്കെ. അവരൊരിക്കലും ഭയക്കുകയില്ല, എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് സ്വയം തന്നെ ആ രീതിയിൽ നടത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ബാബു പറയാണ്, മഹീനതയിലേക്ക് പോകുന്നതിന് വേണ്ടി കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. ബാബു പറയാണ്, മഹീൻ ബുദ്ധി അവരുടെ വിശേഷതയാണ്. ഏത് പരിതസ്ഥിതിയിലും സ്വയം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, സ്വയം മോൾഡായി പോവുക എന്നുള്ളത്. അവർ കാര്യങ്ങൾ വരുമ്പോൾ ഭയക്കാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ഏത് രീതിയിലാണോ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക തന്നെ ചെയ്യുന്നു. तो जब हल्के होंगे तब ही മോൾഡ് ഹോ സकेंगे. എപ്പോഴാണോ ലൈറ്റാകാൻ കഴിയുന്നത് അപ്പോഴേ മോൾഡാകാൻ കഴിയുള്ളൂ. എപ്പോഴാണോ നമ്മളിൽ ഒരു ഭാരരഹിതമായിട്ടുള്ള ലൈറ്റായിട്ടുള്ള അവസ്ഥ വരുന്നത് അപ്പോഴേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുകയുള്ളൂ. അപ്പം അങ്ങനെ ബാബയുടെ മഹാവാക്യങ്ങൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ച് നമുക്കതേപോലെ മോൾഡായിട്ട് ബാബയുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യാം. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എത്രമാത്രം നമ്മൾ ലൈറ്റായിരിക്കുന്നു അത്രയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ, മോൾഡാകാൻ കഴിയുകയുള്ളൂ എന്നാണ്. നരം और ഗരം ദോനോ ഹി ഹോങ്കെ തബ് മോൾഡ് ഹോങ്കെ. ഇത് സോഫ്റ്റും ആയിരിക്കണം, അതേപോലെ കുറച്ച് ചൂടും ഉണ്ടായിരിക്കണം. അപ്പോഴേ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, വളയ്ക്കാൻ കഴിയുകയുള്ളൂ. ഏക് കി ഭി കമി ഹോങ്കി തോ മോൾഡ് നഹി ഹോ സकेंगे. ഈ പറഞ്ഞ രണ്ടിലേതെങ്കിലും ഒന്നിൻ്റെയെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഇത് നരം എന്ന് പറയുമ്പോൾ ബാബു പറയുന്നത് സോഫ്റ്റായിരിക്കണം, അതേപോലെ ഗരം എന്ന് പറയുമ്പോൾ ചെറിയ ചൂടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ വളയ്ക്കാൻ അല്ലെങ്കിൽ ഒടിക്കാൻ അഥവാ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. कोई भी चीज़ को गरम कर नरम किया जाता है, फिर मोल्ड किया जाता है. ഏതൊരു വസ്തുവിനെയും ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് അതിനെ സോഫ്റ്റ് ആക്കാറുണ്ട്, പിന്നാണത് മോൾഡ് ചെയ്യാറുള്ളത്, അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. യഹാ കോൺസി നരമായി और ഗരമായി ഹേ. അപ്പോൾ ഇവിടെ ബാബ ചോദിക്കുകയാണ്, ഏത് ഒരു മർദ്ദവത്വമാണ് വേണ്ടത്, അതേപോലെ ഏതൊരു ചെറിയ ചൂടാണ് വേണ്ടത്. നരമായി ഹേ നിർമ്മാണത, ഗരമായി ഹേ ശക്തി രൂപ്. അതായത് ഇവിടെ നരം അതായത് സോഫ്റ്റ് ആയിരിക്കണം, മർദ്ദം ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോഴർത്ഥം വിനയ സ്വഭാവവും, അതേപോലെ തന്നെ ഗരം അർത്ഥം ചെറിയ ചൂടുണ്ടെങ്കിലേ വളയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ശക്തി. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യമാണ് എന്ന് ബാബ പറയാണ്. നിർമ്മാണത അർത്ഥാത് സ്നേഹരൂപം. നിർമ്മാണത അർത്ഥം സ്നേഹരൂപം. ജിസ്മേ ഹർ ആത്മാ പ്രതി സ്നേഹി ഹോങ്ക വഹി നിർമ്മാണത മേ രഹ സकेंगे. ആരിലാണോ ഓരോ ആത്മാവിൻ്റെയും മേൽ സ്നേഹമുള്ളത് അവർക്ക് മാത്രമേ വിനയത്തോടെ ഇരിക്കാൻ കഴിയുകയുള്ളൂ. സ്നേഹി നഹി ഹേ തോ ന രഹം ദിൽ ബൻ സकेंगे ന നമ്രജിത്. സ്നേഹമില്ല എങ്കിൽ ദയാമനസ്സുണ്ടാകാനും കഴിയുകയില്ല, വിനയമനസ്സ് അവർക്കുണ്ടാകുകയില്ല. इसलिए निर्माणता और फिर शक्ति रूप अर्थात जितनी निर्माणता उतना ही फिर मालिक्यपन. അതുകൊണ്ട് വിനയം ശക്തിരൂപം അർത്ഥം എത്രമാത്രം വിനയമുണ്ടോ അത്രയും തന്നെ അധികാരി സ്ഥിതി ഉണ്ടായിരിക്കും. ശക്തിരൂപമേ ഹേ മാലിക്യപ്പൻ और നമ്രതാ മേ സേവാ ഗുണ. ശക്തിരൂപം എന്ന് പറയുമ്പോൾ ഞാൻ അധികാരിയാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കും, അതേസമയം വിനയം എന്ന് പറയുമ്പോൾ സേവനത്തിൻ്റെ ഗുണവും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബാബ ഇത് രണ്ടും അത്യാവശ്യമാണ്, എന്നാലേ മോൾഡാകാൻ കഴിയുകയുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് വിനയം ഉണ്ടായിരിക്കണം, സേവനത്തിൻ്റെ ഗുണം ഉണ്ടായിരിക്കണം, മറുഭാഗത്ത് ശക്തി ഉണ്ടായിരിക്കണം, അർത്ഥം ഞാൻ അധികാരിയാണെന്നുള്ള ബോധവും കൂടി ഉണ്ടായിരിക്കണം. സേവാധാരി ബി ഹോ और विश्व के मालिकपन की नशा भी हो. സേവാധാരിയുമാണ്, എന്നാൽ വിശ്വത്തിൻ്റെ അധികാരിയാണെന്നുള്ള ലഹരി ഉണ്ടാകണം. ജബ് യഹ് നരമായി और ഗരമായി ദോനോ രഹേങ്കെ തബ് ഹർ ബാത്ത് മേ മോൾഡ് ഹോ സकेंगे. എപ്പോഴാണോ ഈ വിനയവും അതേപോലെ തന്നെ ഈ ചൂട് അർത്ഥം ശക്തി സ്വരൂപമുള്ളത് അപ്പോഴോരോ കാര്യത്തിലും അഡ്ജസ്റ്റ് ആകാൻ കഴിയും. हरेक को यह देखना है कि हमारी बुद्धि की तराजू गरम और नरम दोनों में एक समान रहती हैं.
അപ്പോൾ ഓരോരുത്തരും ഇത് നോക്കണം തൻ്റെ ബുദ്ധിയാകുന്ന ത്രാസിൽ. അതായത് ഈ പറഞ്ഞ 2 ഗുണങ്ങളും, അതായത് ഒന്ന് സേവനത്തിൻ്റെ വിനയഗുണവും, മറ്റൊന്ന് വിശ്വത്തിൻ്റെ സേവാധാരിയാണ്, വിശ്വത്തിൻ്റെ അധികാരിയാണ്. അപ്പോൾ അതുകൊണ്ട് അധികാരിയുടെ ആ ഗുണവും രണ്ടും തുല്യമാണോ ത്രാസിൽ ബുദ്ധിയുടെ? ഇപ്പം നമ്ര സ്വഭാവവും അതേപോലെ ശക്തിരൂപവും രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടോ എന്ന് ഓരോരുത്തരും അവരവരിൽ ചെക്ക് ചെയ്യണം. कहाँ अति निर्माणता भी नुकसान करती है और कहाँ अति मालिकपन भी नुकसान करता है, इसलिए दोनों की समानता चाहिए. ചില ഭാഗത്തൊക്കെ വളരെ വിനയവും ഒരുപാട് കുഴപ്പം ചെയ്യുന്നുണ്ട്, ചില ഭാഗത്ത് വളരെയധികം അധികാരീഭാവവും കുഴപ്പം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രണ്ടിൻ്റെയും സമാനത വേണം. ജിത്തനി സമാനത ഹോങ്കി ഉത്തനി മഹാനത ഭി. എത്രമാത്രം സമാനതയുണ്ടോ അത്രയും മഹാനതയും വരും. അപ്പോൾ ഇവിടെ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, വിനയം എന്ന് പറയുമ്പോൾ വളരെയധികം വിനയമായാലും അത് കുഴപ്പമുണ്ടാക്കും. അതേപോലെ അധികാരി ഞാൻ ശക്തിയാണെന്നുള്ള ഓർമ്മയിലും അധികമായി കഴിഞ്ഞാൽ അതും കുഴപ്പമുണ്ടാക്കും. അപ്പോൾ രണ്ടിൻ്റെയും സമാനതയിൽ കൂടി മാത്രമേ മഹാനത വരികയുള്ളൂ. അബ് സംജ കി കിസ് ഏക് ബാത്ത് മേ പാസ് വിത്ത് ഓണർ ഹോങ്കെ. ഇപ്പോൾ മനസ്സിലായോ ഏതൊരു കാര്യത്തിലാണ് ബഹുമതിയോടുകൂടി പാസ്സാകുന്നത്? യഹ് ഫൈനൽ പേപ്പർ പഹലെ അനൗൺസ് കർ രഹേ ഹെ. ഈ ഫൈനൽ പേപ്പർ ആദ്യമേ തന്നെ അനൗൺസ് ചെയ്യുകയാണ്. ഹർ സമയ നിർബന്ധൻ, എപ്പോഴും നിർബന്ധനരായിരിക്കണം. സർവീസ് കെ ബന്ധൻ സേ ഭി നിർബന്ധൻ, സർവീസിൻ്റെ ബന്ധനത്തിൽ നിന്നും പോലും നിർബന്ധനരായിരിക്കണം. എലാൻ നിക്കലെ और एवरेडी बन मैदान पर आ पहुंचा. എപ്പോഴാണോ അറിയിപ്പ് കിട്ടുന്നത് അപ്പം തന്നെ എവർ റെഡിയായിട്ട് മൈതാനത്തിലേക്ക് എത്തുക. യഹ് ഫൈനൽ പേപ്പർ ഹെ ജോ സമയ പർ നിക്കലേഗ പ്രാക്ടിക്കൽ മേ. ഇത് ഫൈനൽ പേപ്പറാണ്, അത് സമയത്ത് വരും പ്രാക്ടിക്കലായിട്ട്. ഇസ് പേപ്പർ മേ അഗർ പാസ് ഹോ ഗയേ തോ അവർ കോയി ബഡി ബാത്ത് നഹീ ഹെ. ഈ പേപ്പറിൽ പാസ്സാകുകയാണെങ്കിൽ പിന്നെ ഒരു വലിയ കാര്യവുമില്ല. ഇസ് പേപ്പർ മേ പാസ് ഹോങ്കി അർത്ഥാത് അവ്യക്ത സ്ഥിതി ഹോങ്കി. ഈ പേപ്പറിൽ പാസ്സാകുകയാണെങ്കിൽ സ്ഥിതി അവ്യക്തമാകും. അപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിർമ്മാണതയും അതുപോലെ തന്നെ മാലിക് അധികാരി ശക്തിരൂപവും രണ്ടിൻ്റെയും ബാലൻസിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും സഹജമായി വിജയത്തിലെത്തുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥിതിയും അവ്യക്തമാകും. ശരീർ കെ ഭാൻ സേ ഭി പരേ ഹുയേ തോ ബാക്കി ക്യാ ബഡി ബാത്ത് ഹെ. ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്ന് പോലും നിങ്ങൾ ഉപരിയായല്ലോ, പിന്നെ ഇനി എന്താണ് വലിയ കാര്യം? इससे ही परखेंगे कि कहाँ तक अपने उस जीवन की नैया की रस्सियाँ छोड़ी हैं. അപ്പോൾ ഇതിലൂടെ ഇത് തിരിച്ചറിയാൻ കഴിയും, ആ ജീവിത തോണിയുടെ കയറുകളെ ഏതെല്ലാം എവിടം വരെ പൊട്ടിച്ചെറിഞ്ഞു, എവിടം വരെ കലിയുഗി ജീവിതത്തിൻ്റെ തോണിയുടെ കയറുകളെ ഞാൻ എവിടം വരെ എത്രമാത്രം വലിച്ചെറിഞ്ഞു പൊട്ടിച്ചെറിഞ്ഞു എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വിനയവും അതേപോലെ തന്നെ ശക്തി രൂപത്തിൻ്റെ ബാലൻസിലൂടെ. ഏക് ഹേ സോനെ കി ജഞ്ചിർ ദൂസരേ ഹേ ലോഹേ കി. അതായത് ഒന്നുണ്ട് സ്വർണത്തിൻ്റെ ചങ്ങല, മറ്റൊന്നുണ്ട് ഇരുമ്പിൻ്റെ ചങ്ങല. ലോഹേ കി ജഞ്ചിർ തോ ഛോടി ലേക്കിൻ അബ് സോനെ കി ഭി മഹീൻ ജഞ്ചിർ ഹേ. ഇരുമ്പിൻ്റെ ചങ്ങല എല്ലാവരും ഉപേക്ഷിച്ചു, എന്നാൽ ഇപ്പോഴുള്ളത് സ്വർണത്തിൻ്റെ വളരെ സൂക്ഷ്മമായ മഹീനായിട്ടുള്ള ചങ്ങലയാണ്. യഹ് ഫിർ ഐസി ഹേ ജോ കോയി കോ ദേഖ്നെ മേ ഭി ആ ന സകേ. അപ്പം ബാബു പറയും സ്വർണത്തിൻ്റെ ചങ്ങല അങ്ങനെയുള്ളതാണ്, അത് ആർക്കും കാണാനും കഴിയുകയില്ല. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ്, ഗുപ്തമായിട്ടുള്ളതാണ്. സൂക്ഷ്മമായിട്ടുള്ള ആ ചങ്ങലെ അത് പൊട്ടിക്കാനും പ്രയാസമാണ് എന്ന് ബാബു പറയാണ്. इसलिए जैसे कोई भी बंधन से मुक्त होते वैसे ही सहज रीति शरीर के बंधन से मुक्त हो सके. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ബന്ധനത്തിൽ നിന്ന് മുക്തമാകുക, അതേപോലെ സഹജ രീതിയിൽ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തമാകാം. നഹി തോ ശരീർ കെ ബന്ധൻ സെ ഭി ബഡാ മുഷ്കിൽ മുക്ത് ഹോങ്കെ. അല്ല എങ്കിൽ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടേ മുക്തമാകാൻ കഴിയുകയുള്ളൂ.
ഫൈനൽ പേപ്പർ ഹേ അന്തുമതി സോഗതി. ഫൈനൽ പേപ്പർ അവസാന നമ്മുടെ ഓർമ്മ എന്താണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഗതി. अंत में सहज रीति शरीर के भान से मुक्त हो जाए, यह है पांचवीं തോണർ की निशानी. അവസാന സമയത്ത് വളരെ സഹജമായ രീതിയിൽ ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്ന് മുക്തമാകുക, ഇതുതന്നെയാണ് ഓണറോടുകൂടി പാസ്സാകുന്നതിൻ്റെ ലക്ഷണം. അപ്പം ബാബ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അവസാനത്തെ നമ്മുടെ പേപ്പർ, അവസാന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ദേഹത്തിൽ നിന്നും പോകേണ്ടത്, അതിനിപ്പോഴേ നമ്മൾ എങ്ങനെ ബന്ധനങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മാറണമെങ്കിൽ അത് ബാബ പറയണം, ഇപ്പോഴേ ബാക്കി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകാൻ പഠിക്കണം. അങ്ങനെ അന്തുമതി സ്വഗതിയാകുകയുള്ളൂ, അർത്ഥം ബഹുമതിയോടുകൂടി പാസ്സാകാൻ കഴിയുകയുള്ളൂ. ലേക്കിൻ വഹ് തബ് ഹോ സകേങ്കി ജബ് അപ്പന ചോല ടൈറ്റ് നഹീ ഹോഗ. അങ്ങനെ ബഹുമതിയോടുകൂടി പാസ്സാകുന്ന രീതിയിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് അവസാനം മുക്തമാകണമെങ്കിൽ ആ പ്രാക്ടീസ് ഇപ്പോഴേ ഉണ്ടാകണം. ശരീരം ആത്മാവുമായിട്ട് ചേർന്ന് അങ്ങനെ ടൈറ്റാകാൻ പാടില്ല. അങ്ങനെ എത്രമാത്രം ടൈറ്റാകുന്നു അത്രയും അതിൽ ഊരിപ്പോകാൻ പ്രയാസമായിരിക്കും. അതാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. അഗർ ടൈറ്റ്നെസ് ഹോങ്കി തോ സഹജ് മുക്ത് നഹീ ഹോ സകേങ്കി. അങ്ങനെ ടൈറ്റാണെങ്കിൽ, ശരീരവുമായിട്ട് ആത്മാവ് ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ മുക്തമാകാൻ പ്രയാസമാണ്. ടൈറ്റ്നെസ് കാ അർത്ഥ ഹേ കോയി സേ ലഗാവ്. ടൈറ്റാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആരോടോ മോഹമുണ്ട്. इसलिए अब यही सिर्फ एक बात चेक करो, ऐसा लूज चोला हुआ है जो एक सेकंड में इस चोले को छोड़ सके. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം ചെക്ക് ചെയ്യൂ, അങ്ങനെ ലൂസായിട്ടുള്ള ശരീരമായിരിക്കണം, അതായത് ഒരു സെക്കൻഡിൽ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ കഴിയണം. അതായത് ആത്മാവ് അങ്ങനെ ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ഒരു സെക്കൻഡിൽ ആത്മാവിന് അവസാനം ശരീരത്തെ വിട്ടു പോകാൻ കഴിയണം. അഗർ കഹാ ഭി അടക്കാ ഹുവാ ഹോങ്കാ തോ നിക്കൽനെ മേ ഭി അടക് ഹോങ്കി. അഥവാ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എങ്കിൽ പിന്നെ പുറത്തു വരുന്നതിനും പ്രയാസമായിരിക്കും. ഇസി കോ ഹി എവർ റെഡി കഹാ ജാത്താ ഹെ. ഇതിനെ തന്നെയാണ് എവർ റെഡി എന്ന് പറയുന്നത്. ഐസെ എവർ റെഡി വഹി ഹോങ്കി ജോ ഹർ ബാത്ത് മേ എവർ റെഡി ഹോങ്കി. അങ്ങനെ എവർ റെഡി അവരേ ആകുകയുള്ളൂ ആരാണോ ഓരോ കാര്യത്തിലും എവർ റെഡി ആയിട്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ മേ ദേഖാന ഏക് സെക്കൻഡ് കെ ബുലാവേ പേർ എവർ റെഡി രഹ് ദിഖായ. പ്രാക്ടിക്കൽ നിങ്ങൾ കണ്ടല്ലോ, ഒരു സെക്കൻഡിൻ്റെ വിളിയിൽ എവർ റെഡിയായി കാണിച്ചില്ലേ. ഇവിടെ ബാബ സാകാര ബാബയുടെ കാര്യം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സെക്കൻഡിൽ ബാബയ്ക്ക് വിളി വന്നപ്പോൾ ആ ഒരു സെക്കൻഡിൽ തന്നെ ദേഹം വിട്ട് പറന്നുയർന്നു. അപ്പം അതേപോലെ കുട്ടികളും തൻ്റെ ശരീരത്തോടുള്ള അറ്റാച്ച്മെൻറ്റ്, അതായത് ടൈറ്റ്നെസ് ഇല്ലാതാക്കി വിട്ടു നിൽക്കുകയാണെങ്കിൽ അവസാന സമയത്ത് ബഹുമതിയോടുകൂടി പാസ്സാകാൻ കഴിയും. അങ്ങനെ ഉയർന്ന അവസ്ഥയിൽ അന്തുമതി സോഗതി, നല്ല ഉയർന്ന അവസ്ഥയിൽ എത്താൻ കഴിയും. അതുകൊണ്ട് ബാബ ബന്ധനങ്ങളെ വിടുന്ന കാര്യത്തെക്കുറിച്ച് കൂടെ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേ സോച്ചാ ക്യാ കി ബച്ചേ ക്യാ കഹേങ്കി. ഇങ്ങനെയൊന്നും ബാബ ചിന്തിച്ചില്ലല്ലോ, കുട്ടികൾ എന്തു പറയും. ബച്ചോം സെ ബിഗർ മിലേ കൈസേ ജാവേ യേ സോച്ച. കുട്ടികളെ കാണാതെ എങ്ങനെ പോകും, ഇങ്ങനെ ചിന്തിച്ചോ. എല്ലാ നിക്കല അവർ എവർ റെഡി. അറിയിപ്പ് കിട്ടി, എവർ റെഡി. അപ്പോൾ ഇവിടെ ബാബ യജ്ഞത്തിൻ്റെ ആദ്യം മുതൽ ബാബയോടൊപ്പം എല്ലാ പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് ബാബയോടൊപ്പം നിന്നിരുന്ന കുട്ടികളെ വിട്ടിട്ട് തന്നെയാണ് ബാബ പോയത്. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചോ എൻ്റെ കുട്ടികൾ എന്തു പറയും, എൻ്റെ കുട്ടികൾ എന്ത് ചിന്തിക്കും, ആ കുട്ടികളോട് ചോദിക്കാതെ അവരെ കാണാതെ എങ്ങനെ പോവും എന്നൊന്നും ബാബ ചിന്തിച്ചിരുന്നില്ലല്ലോ. എപ്പോഴാണോ വിളി വന്നത് ആ ഒരു സെക്കൻഡിൽ തന്നെ ദേഹം വിട്ടു പോയില്ലേ. അപ്പോൾ നിങ്ങളെ ബാബ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും പുരുഷാർത്ഥം ചെയ്യൂ, ദേഹത്തിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പറന്നുയരാൻ. छोले से ईसी होने से छोला छोड़ना भी ईसी होता है, इसलिए यह कोशिश हर वक्त करनी चाहिए. ശരീരവുമായിട്ട് വളരെ ഈസിയായിട്ടിരുന്നത് കാരണം
ശരീരത്തെ വിടാനും ബാബയ്ക്ക് വളരെ ഈസിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളും എപ്പോഴും ഈ പുരുഷാർത്ഥം, ഈ പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കണം. ആത്മാവ് ശരീരവുമായിട്ട് അങ്ങനെ ടൈറ്റാകാതെ, ആ ഒരു ബന്ധനത്തിലേക്ക് വരാതെ ആത്മാവ് ഫ്രീ ആയിരിക്കുന്നതായിട്ട്, ആത്മാവിനെ ഫ്രീ ആക്കുന്നതിനുള്ള പുരുഷാർത്ഥം, ആ ഒരു ശ്രദ്ധ കുട്ടികൾക്ക് വേണം. യഹി സംഗം യുഗ കാ ഗായൻ ഹോങ്ക कि कैसे रहते हुए भी न्यारे थे तब ही 1 സെക്കൻഡ് में ന്യാരേ ഹോഗേ. അപ്പം ഇത് തന്നെയാണ് സംഗമയുഗത്തിൻ്റെ മഹിമ. എങ്ങനെയായിരുന്നിട്ടും വേറിട്ടിരുന്നു. അതുകൊണ്ടാണ് 1 സെക്കൻഡിൽ വേറിടാൻ കഴിഞ്ഞത്. ഇത്രയെല്ലാം ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ബ്രഹ്മബാബ തൻ്റെ ശരീരത്തിൽ നിന്നും വേറിട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം 1 സെക്കൻഡിൽ തന്നെ ദേഹത്തിൽ നിന്ന് പോകാൻ കഴിഞ്ഞത്. बहुत समय से न्यारे रहने वाले 1 സെക്കൻഡ് में न्यारे हो जाएंगे. വളരെ സമയം കൊണ്ട് വേറിട്ട് നിൽക്കുന്നവർക്ക് അവസാനം 1 സെക്കൻഡ് കൊണ്ട് വേറിടാൻ എളുപ്പമായിരിക്കും. बहुत समय से न्यारापन नहीं होगा तो यही शरीर का प्यार पश्चाताप में लाएगा. വളരെ സമയം കൊണ്ട് വേറിട്ട് നിൽക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ സ്നേഹം പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരും. ശരീരത്തോടുള്ള സ്നേഹം നമ്മെ വേദനിപ്പിക്കും, പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരും. കാരണം നമുക്ക് ജന്മജന്മാന്തരമായിട്ടുള്ള കോട്ടം ഉണ്ടാകും, നഷ്ടം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ബാബ പറയുകയാണ്, ആത്മാവ് തീർച്ചയായിട്ടും ശരീരത്തിൽ നിന്നും വേറിടാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും അത് അഭ്യസിച്ചുകൊണ്ടേയിരിക്കൂ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കൂ. इसलिए इससे भी प्यारा नहीं बनना है. അതുകൊണ്ട് ഈ ശരീരത്തോടും വളരെ പ്രിയമുള്ളവരാകണ്ട എന്ന് ബാബ പറയുകയാണ്. കാരണം ശരീരം വിടുമ്പോൾ സന്തോഷമായിട്ട് വിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതം കൊണ്ടുള്ള നേട്ടമുള്ളൂ. അല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും. ശരീരത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അതാണ് ബാബ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇസേ ജിത്തന ന്യാരേ ഹോങ്കെ ഉത്തന ഹി വിശ്വ കാ പ്യാരാ ബനേഗി. ഈ ശരീരത്തിൽ നമ്മൾ എത്രമാത്രം വേറിടുന്നു അത്രയും നമ്മൾ വിശ്വത്തിൻ്റെ പ്രിയമുള്ളവരാകും. ഇസ്ലിയെ അബ് യഹി പുരുഷാർത്ഥ കർണ ഹെ. അതുകൊണ്ട് ഇപ്പോൾ ഇതേ പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. എത്രമാത്രം ശരീരത്തിൽ നിന്ന് വേറിടാൻ നമ്മൾ പഠിക്കുന്നു അത്രയും നമ്മളെ വിശ്വം സ്നേഹിക്കും. ഐസെ നഹി സമझना है कि कोई व्याधि आदि का रूप देखने में आएगा तब जाएंगे उस समय अपने को ठीक कर देंगे. അപ്പം ബാബ പറയണം, അവസാനം അങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ വരും, ആ സമയത്ത് ഞാൻ ശരിയായിക്കോളാം. അങ്ങനെയൊന്നും കുട്ടികൾ കരുതരുത്, വിചാരിക്കരുത്. കാരണം ദേഹത്തിൽ നിന്ന് പോകണമെങ്കിൽ എന്തെങ്കിലും നിമിത്തമായിട്ട് രോഗം വരണമല്ലോ, അസുഖമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ സമയത്ത് ശരിയാകാം, അങ്ങനെയൊന്നും കുട്ടികൾ ചിന്തിക്കരുത് എന്ന് പറയുകയാണ്. ഐസി കോയി ബാത്ത് നഹി ഹെ. അങ്ങനെ ഒരു കാര്യമില്ല. രോഗം വന്നാലേ ദേഹത്തിൽ നിന്ന് പോകാൻ കഴിയുള്ളൂ, അങ്ങനെ ഒരു കാര്യമില്ല എന്ന് ബാബ പറയുകയാണ്. पीछे ऐसे ऐसे अनोखे मृत्यु बच्चों के होने हैं जो സൺഷോസ് ഫാദർ കരേങ്കെ. അവർ ഇനി അവസാനം അങ്ങനെയുള്ള വിചിത്രമായ മരണം കുട്ടികളുടേതുണ്ടാവും. അതായത് അവർ സൺഷോസ് ഫാദർ, കുട്ടികൾ അച്ഛനെ ഷോ ചെയ്യും. ആ രീതിയിലുള്ള വിചിത്രമായ മൃത്യു കുട്ടികളുടേതുണ്ടാവും. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ അവർ ചിന്തിക്കേണ്ടി വരും, ഇവരുടെ ജീവിതം ഇവരെത്ര ഈസി ആയിട്ടാണ് ദേഹത്തിൽ നിന്ന് പോകുന്നത്, അപ്പോൾ ഇവർ എത്രയോ ഭാഗ്യവാന്മാരാണ്, ഇവരെത്ര വലിയ പഠിത്തമാണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ള മഹിമ വരും. അങ്ങനെ ബാബയുടെ പേര് പ്രത്യക്ഷമാകും. സബീ കാ ഏക് ജൈസ നഹി ഹോഗ. എല്ലാവരുടെയും മൃത്യു ഒരേപോലെ ആയിരിക്കില്ല. കൈ ഐസെ ബच्चे भी हैं जिन्हों का ड्रामा के अंदर इस मृत्यु के अनोखे पार्ट का गायन സൺഷോസ് ഫാദർ കരേगा. അപ്പോൾ അങ്ങനെയുള്ള പല കുട്ടികളുമുണ്ട് ഈ ഡ്രാമയ്ക്കുള്ളിൽ. അതായത് അവരുടെ മൃത്യു അങ്ങനെയായിരിക്കും, അത് വളരെ വിചിത്രമായിരിക്കും. സൺഷോസ് ഫാദർ ചെയ്യും. അതായത് ആ ആത്മാവ് ഫാദറിനെ ഷോ ചെയ്യുന്ന രീതിയിലായിരിക്കും ആത്മാവിൻ്റെ മൃത്യു. അങ്ങനെ ഈ സൃഷ്ടി നാടകത്തിൽ വിചിത്രമായ മൃത്യുള്ളവരുമുണ്ട് ബാബയുടെ കുട്ടികൾ, ബാബയെ പ്രത്യക്ഷമാക്കുന്ന രീതിയിൽ ദേഹം ത്യാഗം ചെയ്യുന്നത്. യഹ് ഭി വഹി കർ സകേംഗെ ജിൻമേ ഏക് വിശേഷ ഗുണ ഹോങ്ക.
ഈ രീതിയിൽ ദേഹം ത്യാഗം ചെയ്തും ബാബയുടെ പേരിനെ പ്രശസ്തമാക്കുന്നതിനുള്ള ശക്തി അങ്ങനെയുള്ള കുട്ടികൾക്കേ ഉണ്ടാകുകയുള്ളൂ. ആരിലാണോ വിശേഷിച്ചൊരു ഗുണമുള്ളത്. യഹ് പാർട്ട് ഭി ബഹു തോടോം കാഹെ, ഇങ്ങനെയുള്ള പാർട്ട് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അന്ത് തക്ക് ഭി ബാബ് കി പ്രത്യക്ഷത കർത്തേ ജായെങ്കെ, അവസാനം വരെയും ബാബയുടെ പ്രത്യക്ഷത ചെയ്തുകൊണ്ടേ പോകും. യഹ് ഭി ബഹുത് ബഡി സബ്ജക്റ്റ്, ഇത് വളരെ വലിയ വിഷയമാണ്. അതായത് ബാബയുടെ പ്രത്യക്ഷത അവസാനം വരെ ചെയ്യുക. ദേഹത്തിൽ ആത്മാവ് പോകുന്ന സമയം വരെ ബാബയുടെ പ്രത്യക്ഷത ചെയ്യുക. അങ്ങനെയുള്ള പാർട്ട് അത് ഏറ്റവും വിശേഷ പാർട്ടാണ്, ഏറ്റവും വലിയ ഗുണമാണ് എന്ന്. अंत तक भी बाप की प्रत्यक्षता करते जाएंगे, यह भी बहुत बड़ी सब्जेक्ट है. अंत घड़ी भी बाप का ഷോ होता रहेगा. അവസാന നിമിഷം വരെയും ബാബയുടെ ഷോ ചെയ്തുകൊണ്ടേയിരിക്കും. അവസാന നിമിഷം വരെയും ബാബയുടെ ഷോ ചെയ്തുകൊണ്ടേയിരിക്കും. ऐसी आत्माएं जरूर कोई पावरफुल होंगी जिनका बहुत समय से अशरीरी रहने का अभ्यास होगा, वह एक सेकंड में अशरीरी हो जाएंगे. അങ്ങനെയുള്ള ആത്മാക്കൾ തീർച്ചയായിട്ടും ശക്തിശാലിയായിരിക്കും. അവർ വളരെ സമയം കൊണ്ട് അശരീരിയാകുന്നതിനുള്ള അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊരു സെക്കൻഡിൽ തന്നെ അശരീരിയാകാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള പാർട്ടുള്ള ആത്മാക്കളും വളരെ കുറച്ച് പേരാണ്. അവർക്ക് ആ വിശേഷ ഗുണമുണ്ടായിരിക്കും. സെക്കൻഡിൽ തന്നെ അശരീരിയാകാൻ സാധിക്കും. വളരെ സമയം കൊണ്ട് അശരീരിയാകുന്നതിനുള്ള പ്രാക്ടീസ് അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഗുണമുള്ള സൺഷോസ് ഫാദർ അവസാനം വരെ തൻ്റെ ദേഹം വിടുന്നതിലൂടെയും ബാബയെ പ്രത്യക്ഷമാക്കുന്ന ആ ഒരു പാർട്ടുള്ള കുട്ടികളും വിചിത്രമായിട്ടുള്ള മൃത്യുള്ള കുട്ടികളും രാമയ്ക്കുള്ളിലുണ്ട് എന്ന് ബാബ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. मानो अभी आप याद में बैठते हो, कैसे भी विघ्नों की अवस्था में बैठते हो, कैसी भी परिस्थितियाँ सामने होते हुए भी बैठते हो, लेकिन एक सेकंड में सोचा और अशरीरी हो जाए. അപ്പം ബാബ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണ്. എങ്ങനെയുള്ള വിഘ്നങ്ങളുടെ അവസ്ഥയിലിരിക്കുന്നാലും എങ്ങനെയുള്ള പരിതസ്ഥിതികൾ മുന്നിലുണ്ടെങ്കിലും ഒരു സെക്കൻഡിൽ ചിന്തിക്കുന്ന ആ സമയത്ത് തന്നെ അശരീരിയായിത്തീരുക. വൈസേ തോ ഏക് സെക്കൻഡ് മേ അശരീരി ഹോന ബഹുത് സഹജ്. സാധാരണ ഒരു സെക്കൻഡിൽ അശരീരിയാകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ലേക്കിൻ ജിസ് സമയ കോയി ബാത്ത് സാമനെ ഹോ, कोई सर्विस के वो झंझट सामने हो, परंतु प्रैक्टिस ऐसी होनी चाहिए जो एक सेकंड भी बहुत है, सोचना और करना साथ साथ चले. എന്നാൽ ഏത് സമയത്താണോ ഏതെങ്കിലും കാര്യം മുന്നിലുള്ള സമയത്ത്, അതുപോലെ സർവീസിൻ്റെ വളരെയധികം കാര്യങ്ങളുള്ളപ്പോൾ പ്രാക്ടീസ് അങ്ങനെ ആയിരിക്കണം. ഒരു സെക്കൻഡും വളരെ കൂടുതലാണ്. ചിന്തിക്കുക അങ്ങനെ ആയിത്തീരുക ഒപ്പോപ്പോ ആയിരിക്കണം. അശരീരി ആകുക എന്നുള്ള സങ്കല്പിക്കുമ്പോൾ തന്നെ അശരീരിയായി തീരാൻ കഴിയണം. ഏതെല്ലാം പരിതസ്ഥിതികളുടെ ഇടയിലും സർവീസിൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും അങ്ങനെ നമ്മൾ അഭ്യസിക്കണം എന്ന് ബാബ പറയുകയാണ്. സോച്നെ കെ ബാദ് പുരുഷാർത്ഥം ന കർണ പടേ. ചിന്തിച്ചതിന് ശേഷം പുരുഷാർത്ഥം ചെയ്യേണ്ടി വരരുത്. ഓം ശാന്തി.